ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വാട്സപ്പ് മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ സാപ്പിൻസ് ചാറ്റ് പ്രോ വഴി എങ്ങനെ ബൾക്ക് വാട്സപ്പ് മെസ്സേജസ് അയക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിവിടെ കാണുന്നത്. ആദ്യമേ നമ്മളിവിടെ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് കണക്ട് ചെയ്യാന്നുള്ളതാണ്. അതിൽ സെറ്റിങ്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ ഇവിടെ WP1 എന്ന് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന നെയിമാണ്. ഇതുപോലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആഡ് ന്യൂ അക്കൗണ്ട് കൊടുക്കുക. എന്നിട്ട് അക്കൗണ്ട് നിങ്ങൾക്ക് എന്താണോ നെയിം കൊടുക്കേണ്ടത് ആ നെയിം അവിടെ കൊടുക്കുക. ഞാനിവിടെ WP2 എന്ന് കൊടുക്കുവാണ്. എന്നിട്ട് ഇവിടെ ആഡ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കാണുന്നത്, ഞാനിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാം. ഇതുപോലൊരു ഓപ്ഷൻ ആയിരിക്കും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്നത്. താഴെ കാണുന്ന ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു QR കോഡ് ഇവിടെ ലോഡായിട്ട് വരും. QR കോഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഏത് വാട്സപ്പിൽ നിന്നാണോ മെസ്സേജ് അയക്കേണ്ടത് ആ വാട്സപ്പിൻ്റെ QR എന്ത് ചെയ്യുക, ഇവിടെ സ്കാൻ ചെയ്യുക. ആ വാട്സപ്പ് അക്കൗണ്ട് ഇവിടെ ലിങ്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ വാട്സപ്പ് ഇവിടെ ലിങ്ക് ആയിട്ടുണ്ട്. ലിങ്ക് ആയതിനു ശേഷം ഇതിവിടെ ക്ലോസ് ചെയ്യുക. എഗെയിൻ മാനേജ് അക്കൗണ്ട്സിൻ്റെ ഒരു ടാബ് ഇവിടെ വന്നിട്ടുണ്ട്, ഇതിവിടെ ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് നമ്പറിലേക്കാണോ അയക്കേണ്ടത് ആ എക്സൽ ഫയൽ ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ആ എക്സൽ ഫയൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അയക്കാനുള്ള നമ്പർ ഒരു 100 മുതൽ 200, 250 നമ്പർ അറ്റ് എ ടൈമിൽ എടുക്കുക. ഒരുപാട് നമ്പർ അയക്കരുത്, നമ്മുടെ വാട്സപ്പ് നമ്പർ ബാൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുകയെന്നുണ്ടെങ്കിൽ ഒരു 250 നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമ്പർ സെലക്ട് ചെയ്ത് ബൾക്കായിട്ട് സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് വരിക. ഈ നമ്പറിൻ്റെ കോളത്തിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കോപ്പി പേസ്റ്റ് നമ്പർ ക്ലിക്ക് ചെയ്യുക. കോപ്പി പേസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ Ctrl+V കൊടുത്തിട്ട് ഇത് കോപ്പി ചെയ്യുക. Ctrl+V കൊടുത്ത് കോപ്പി ചെയ്തതിന് ശേഷം Ctrl+V വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്താലും മതി. കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ഇമ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ നമ്പറിൻ്റെ കോളത്തിലെ നമ്പേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത കോളത്തിൽ ഒരു നമ്പർ ജസ്റ്റ് മാനുവലി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ നമ്പറോ കസ്റ്റമറുടെ നമ്പറോ ഏതെങ്കിലും ഒരു നമ്പർ ജസ്റ്റ് ഒന്ന് മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ 10 ഡിജിറ്റ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടിൽ 91 കൺട്രി കോഡ്, അല്ലെങ്കിൽ ഏത് കൺട്രിയിലാണോ അയക്കുന്നത് ആ പർട്ടിക്കുലർ കൺട്രി കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മെസ്സേജസ് പോകത്തുള്ളൂ. അപ്പം നമുക്കിവിടെ ഓരോന്നായിട്ട് കൺട്രി കോഡ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നെയിമിൻ്റെ ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് കൺട്രി കോഡ് കൊടുക്കുക. എന്നിട്ട് 91 കൊടുത്തിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുകയെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കൺട്രി കോഡ് വരും. ഓക്കെ, നമ്മളിനി അടുത്ത് അയക്കാനുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ കൊടുക്കുക. ഞാനിവിടെ ഹലോ ടെസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം ഇവിടെ ആഡ് ഫയൽ ക്ലിക്ക് ചെയ്യുക. ഇമേജസോ വീഡിയോസോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അറ്റാച്ച്മെൻറ്റിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആഡ് ഫയലാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഇമേജ് ആണോ അല്ലെങ്കിൽ ഏത് മീഡിയ ഫയലാണോ അയക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ സെൻഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കൊടുക്കുന്ന ഇമേജ് വേറെ, അയക്കുന്ന ടെക്സ്റ്റ് മെസ്സേജ് വേറെ ആയിരിക്കും പോകുന്നത്. പക്ഷെ അങ്ങനെ അയക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നിച്ച് അയക്കുന്നതാണ്. അതൊന്നിച്ച് അയക്കാനായിട്ട് ഈ ക്യാപ്ഷൻ്റെ ഇവിടെ കാണുന്ന ഓപ്ഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ക്യാപ്ഷൻ കൊടുക്കുക, അറ്റാച്ച് വിത്ത് മെയിൻ മെസ്സേജ് എന്നുള്ളിടത്ത് ടിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇമേജും ആ ക്യാപ്ഷനോട് ഒന്നിച്ച് സെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തത്. ഈ സ്പീഡൊക്കെ നോർമലി നമ്മൾ അയക്കേണ്ട സ്പീഡ് തന്നെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ക്യാമ്പയിൻ കൊടുക്കുക. ഇപ്പോൾ ഇതുപോലൊരു ടാബ് നമുക്ക് വരും. ഇവിടെ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് എന്ന് കൊടുക്കുവാണ് ക്യാമ്പയിൻ്റെ നെയിം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങളുടെ റിപ്പോർട്ടിൽ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുക.
അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാട്സപ്പ് നമ്പർ വരും. അപ്പോൾ നമുക്ക് ഏത് വാട്സപ്പ് ആണോ സെലക്ട് ചെയ്യുന്നത് അതിവിടെ ടിക്ക് ചെയ്യുക. ഇതിപ്പോൾ ഇവിടെ ഒറ്റ വാട്സപ്പ് നമ്പർ ഉള്ളതിന് മാത്രമാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ടിക്ക് ചെയ്തത്. ഇവിടെ സേഫ് മോഡ്, അൺസേഫ് മോഡ്, ഇങ്ങനെ രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. ഈ സേഫ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത വാട്സപ്പ് നമ്പറിലേക്ക് മാത്രമേ മെസ്സേജ് പോവുള്ളൂ. അൺസേഫ് എന്ന് പറഞ്ഞാൽ സേവ് ചെയ്തതും ചെയ്യാത്ത നമ്പറിലേക്ക് പോകും. നമുക്ക് വേണ്ടത് അൺസേഫ് ആണ്. അൺസേഫ് ഇവിടെ സെലക്ട് ചെയ്യുക, സ്റ്റാർട്ടിന് കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പുതിയൊരു ടാബ് ഇവിടെ വന്നു. ഇവിടെ എന്ത് ചെയ്യുക, ക്ലിക്ക് ടു ഇനിഷ്യേറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഇവിടെ ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ ക്ലോസ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, നമ്മളിവിടെ ഇത് മിനിമൈസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഇവിടെ ഒന്ന് കർസർ അമർത്തുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ആയിട്ട് വരും. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ടിരിക്കുക. എപ്പോഴും നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിടുമ്പോഴായിരിക്കും പ്രോപ്പറായിട്ട് നമുക്ക് മെസ്സേജ് ഡെലിവറി ആവുന്നത്. അതുകൊണ്ട് മെസ്സേജ് നമ്മളിവിടെ സെൻഡ് ആവുന്നുണ്ട്. ഇമേജിൻ്റെ കൂടെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് ക്യാപ്ഷനായിട്ട് തന്നെയാണ് ഇവിടെ സെൻഡ് ആവുന്നത്. ഓക്കെ, നമ്മുടെ 3 മെസ്സേജസും ഇവിടെ ഇപ്പോൾ അയച്ച് സെൻഡായി. ഓക്കെ, അതായത് ഇവിടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് ആർക്കെങ്കിലും റിപ്പോർട്ടുകൾ അയച്ചതിൻ്റെ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടാബ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യുക, ഡൗൺലോഡ് റിപ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇത് സെലക്ട് ചെയ്ത് സേവ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ റിപ്പോർട്ടും ഡൗൺലോഡ് ആയിരുന്നതായിരിക്കും. ജസ്റ്റ് വീഡിയോ കണ്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ പറയുന്നതായിരിക്കും. താങ്ക്